ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് റോക്കിന്റെ സെഗ്മെന്റ് ആണ് ഓപ്പണിംഗ് ആയി നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇതൊരു സെഗ്മെന്റ് എന്ന് പറയാൻ സാധിക്കില്ല, പകരം ഇത് റോക്ക് നടത്തിയ ഒരു റോസ്റ്റ് ആയിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും. അതായത് സെത്ത് റോളൻസ് ആൻഡ് കോഡി റോഡ്സ് ഇവരെ രണ്ടുപേരെയും ഇനി ഇതിനേക്കാൾ മുകളിൽ ഇവരെ കളിയാക്കാൻ സാധിക്കില്ല. അതുപോലെ ഒരു സെഗ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു റോസ്റ്റ് ആണ് ഇന്ന് റോക്ക് ചെയ്തിട്ടുള്ളത്. റോക്ക് ഫെസ്റ്റ് വന്നതിന് ശേഷം അദ്ദേഹം റെസ്ലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ സ്മാക്ക് ഡൗൺ നടന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് റോക്ക് മുൻപ് ചെയ്യാറുള്ളത് പോലെ സോങ് പാടിക്കൊണ്ട് സോങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ കോഡി റോഡ്സിനെ കരയുന്ന കുട്ടി, അതുപോലെ തന്നെ സെത്ത് റോളൻസിനെ കോമാളി എന്നൊക്കെ വിളിച്ചുകൊണ്ട് കളിയാക്കിയിട്ടാണ് ഈ സെഗ്മെന്റ് സോങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പകുതിക്ക് വെച്ച് കോഡി റോഡ്സിന്റെ സ്റ്റാർഡസ്റ്റ് ക്യാരക്ടറിനെ കൊണ്ടുവരുന്നതായിട്ടും അതുപോലെ തന്നെ ബെക്കി ലിഞ്ച്, സെത്ത് റോളൻസ് ഇവരെ രണ്ടുപേരെയും വെച്ചുകൊണ്ട് റോക്ക് ഭയങ്കരമായി കളിയാക്കും. ആരാണ് ഹസ്ബൻഡ് വൈഫ് എന്നറിയില്ല, ഈ ഒരു ലെവലിലൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ ഇവരെല്ലാവരും ഒന്നിനും ലൈക്കുള്ളവരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്ക് ഇവരെ ഭയങ്കരമായി കളിയാക്കും. അതുപോലെ തന്നെ റോക്കിനെ കോഡി റോഡ്സ് അറ്റാക്ക് ചെയ്ത സെഗ്മെന്റ് കാണിച്ചുകൊണ്ട് പിന്നീട് കോഡി റോഡ്സ് റോയിൽ വന്നിരുന്ന് കരയുന്നത് പോലെ ഒരു സെഗ്മെന്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു, അതും കാണിച്ചുകൊണ്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. അതായത് കോഡി റോഡ്സ് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും കോഡി റോഡ്സിന്റെ അച്ഛനെ പറ്റിയ ഒരു അബദ്ധമാണ് ഈ ഒരു ലെവലിലൊക്കെയാണ് റോക്ക് പറഞ്ഞിട്ടുള്ളത്. റോക്ക് പറഞ്ഞ മുഴുവനും ഇവിടെ പറയാൻ സാധിക്കില്ല. അതുപോലത്തെ ചില വേർഡെല്ലാം യൂസ് ചെയ്ത് ഇവരെ ഭയങ്കരമായി കളിയാക്കിയിട്ടുണ്ട് റോക്ക്. അതുപോലെ മെയിനായിട്ടും ഈ സെഗ്മെന്റിൽ റോക്ക് ഒരു ബെൽറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ബെൽറ്റ് വെച്ചുകൊണ്ട് കോഡി റോഡ്സിനെ റോക്ക് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റെസൽമേനിയ നൈറ്റ് 1-ലും നൈറ്റ് 2-ലും ഇവർ തന്നെയാണ് ലീഡ് ചെയ്ത് പോവുക. അതായത് റോക്ക് ടീം ജയിച്ചുകൊണ്ട് ബ്ലഡ് ലൈൻ റൂൾസിൽ കോഡി റോഡ്സിനെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കോഡി റോഡ്സിന്റെ അമ്മയും കാണണം എന്നൊക്കെ റോക്ക് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ റോയിൽ കോഡി റോഡ്സ് അച്ഛന്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് കൊടുക്കണമെന്നായിരുന്നു, പക്ഷെ അതിന് സാധിക്കാത്തത് കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു, അതിനെ കളിയാക്കുന്നത് പോലെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെഗ്മെന്റിൽ ഉദ്ദേശിച്ചത്. പിന്നെ എല്ലാത്തിനും മുകളിലായിട്ട് കോഡി റോഡ്സ് ഈ റെസൽമേനിയ ജയിക്കില്ല എന്നും അതിന് താൻ അനുവദിക്കില്ല എന്നും ഈ ഒരു സെഗ്മെന്റിൽ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൻ കോഡി ഇവർക്ക് ഫേസ് ടു ഫേസ് സെഗ്മെന്റും WWE സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്മാക്ക് ഡൗണിൽ നടന്ന മറ്റു കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര വർഷമായിട്ട് ഞാൻ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനോ ഒന്നും പറയാറില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഒഴിവാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റിവ്യൂ കാണുമ്പോൾ എനിക്ക് ഏകദേശം 5 അല്ലെങ്കിൽ 6K വരെ വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റിവ്യൂ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ലൈക്ക് അടിക്കുകയാണെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റെക്കമെൻഡ് ആയിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും പോകുന്നില്ല. അപ്പോൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് റിവ്യൂ എപ്പിസോഡ് മാത്രം മതി, ബാക്കിയുള്ള എപ്പിസോഡ് ഞാൻ പറയുന്നില്ല. കാരണം റിവ്യൂ എപ്പിസോഡ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് റിവ്യൂ എപ്പിസോഡ് പരമാവധി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കത് വളരെയധികം ഉപകാരമായിരിക്കും. പിന്നീട് റെസൽമേനിയ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ടൂർണമെന്റ് മാച്ച് നടന്നു. ലിഗാഡോ ഡെൽ പാന്റാസ്മ വേഴ്സസ് LWO ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. ഇവരുടെ ചില ഹൈ ഫ്ലൈ മൂവ് എല്ലാം ഈ മാച്ചിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. മാച്ചിന്റെ അവസാനത്തിൽ LWO ടീമിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ലിഗാഡോ ഡെൽ പാന്റാസ്മ, അതായത് ഏഞ്ചൽ ആൻഡ് ഹുംബർട്ടോ ഇവരാണ് വിൻ ചെയ്തത്. അതിനുശേഷം AJ സ്റ്റൈൽസ്, LA നൈറ്റ് ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് LA നൈറ്റ് ആണ്. LA നൈറ്റ് AJ സ്റ്റൈൽസ് ഓസ്ട്രേലിയയിൽ എലിമിനേഷൻ ചേംബറിൽ ഒന്ന് അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയും പിന്നീട് സ്മാക്ക് ഡൗണിൽ LA നൈറ്റ് AJ സ്റ്റൈൽസിനെ അന്വേഷിച്ച് നടന്നുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് AJ സ്റ്റൈൽസിനെ എല്ലാം വിളിക്കുന്നുണ്ട്. പക്ഷെ AJ സ്റ്റൈൽസ് വരുന്നില്ല. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ LA നൈറ്റ് പറയുന്നു അവൻ ഇവിടെയും വരില്ല എന്നാണെങ്കിൽ അവനെ ഞാൻ റെസൽമേനിയയിലേക്ക് ചാലഞ്ച് ചെയ്യാണ്. റെസൽമേനിയയിൽ അവൻ എന്തായാലും വരേണ്ടി വരും, അതുകൊണ്ട് റെസൽമേനിയയിൽ ചാലഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് AJ സ്റ്റൈൽസിനെ LA നൈറ്റ് വെല്ലുവിളിക്കും. അതിനുശേഷം LA നൈറ്റ് ഫാൻസുമായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ AJ സ്റ്റൈൽസ് ഒരു ചെയറുമായി വന്ന് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് LA നൈറ്റിന്റെ മേലെ ചെയറിട്ട് AJ സ്റ്റൈൽസ് അതിൽ കയറിയിരുന്നുകൊണ്ട് AJ സ്റ്റൈൽസ് LA നൈറ്റിന്റെ റെസൽമേനിയ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് തമ്മിൽ മാച്ച് റെസൽമേനിയയിൽ കൺഫേം ചെയ്തു. അപ്പോൾ ഈ സെഗ്മെന്റ് അത്യാവശ്യം നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. മാച്ച് ചാലഞ്ച് ചെയ്തതും അക്സെപ്റ്റ് ചെയ്തതും നന്നായിട്ടുണ്ട്. പിന്നെ AJ സ്റ്റൈൽസിന്റെ ഹീൽ ടേൺ ഒരു രക്ഷയുമില്ല ഇപ്പോൾ. പിന്നീട് യുണൈറ്റഡ് ചാമ്പ്യൻ ലോഗൻ പോൾ, നിക്ക് ആൾഡിൻസ് ഇവർക്കൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ചു. അപ്പോൾ അതിൽ പറയുന്നത് റാൻഡി ഓർട്ടൺ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ ചെയ്തതിന്
നിക്ക് ആൾഡിൻസ് റാൻഡി ഓർട്ടന് ഫൈൻ കൊടുക്കണം എന്നാണ് ലോഗൻ പോൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ നിക്ക് ആൾഡിൻസ് പറയുന്നത്, ഞാൻ അതിലേക്കൊന്നുമില്ല, നീ വേണമെങ്കിൽ റാൻഡിയുമായി സംസാരിച്ച് അവനോട് തന്നെ ക്ഷമ ചോദിക്കാൻ പറഞ്ഞോളൂ എന്ന ലെവലിലൊക്കെ പറയും. അപ്പോൾ തന്നെ ലോഗൻ പോൾ നിക്ക് ആൾഡിൻസിനെ കളിയാക്കും. അതായത്, എനിക്ക് ഇതുവരേക്കും റസൽമേനിയയിൽ നിങ്ങൾ ഒരു മാച്ചും സെറ്റ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതേപോലെ ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമൻ, സോളോ സിക്കാവ, ജിമ്യൂസ വരുമ്പോൾ ജെയൂസ ചലഞ്ച് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിമ്യൂസ കിടന്നുകൊണ്ട് അലറുന്നതായിട്ടൊരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതിനുശേഷം റാൻഡി ഓർട്ടൻ, ഗ്രേസൺ വാലർ ഇവർക്ക് തമ്മിൽ സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് എപ്പോഴത്തെയും പോലെ ആസ്റ്റിൻ തിയറി റാൻഡി ഓർട്ടനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ആസ്റ്റിൻ തിയറിക്കും റാൻഡി ഓർട്ടന്റെ കയ്യിൽ നിന്നും കിട്ടി. മാച്ചിന്റെ അവസാനത്തിൽ ഗ്രേസൺ വാലർ എപ്പോഴത്തെയും പോലെ റിങ്ങിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ട് സ്റ്റണ്ണർ ചെയ്യാൻ നോക്കും. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ റാൻഡി ഓർട്ടൻ അത് ഒരു വേറെ ലെവൽ ആർക്കിയാക്കി മാറ്റിക്കൊണ്ട് ഗ്രേസൺ വാലറിനെ ഈ ഒരു മാച്ചിൽ തോൽപ്പിക്കും. പിന്നീട് ഗ്രേസൺ വാലറും ആസ്റ്റിൻ തിയറിയും ചേർന്നുകൊണ്ട് റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്യുമ്പോൾ കെവിൻ ഓവൻസ് സേവ് ചെയ്യാൻ വന്ന് ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്ത് റിങ്ങിൽ നിന്നും പുറത്താക്കും. പിന്നീട് റാൻഡി ഓർട്ടൻ ആസ്റ്റിൻ തിയറി ആണ് എന്ന് കരുതിക്കൊണ്ട് കെവിൻ ഓവൻസിനെ ആർക്കേജ് ചെയ്യാൻ പോകുന്നതായിട്ടും കെവിൻ ഓവൻസ് അത് ബ്ലോക്ക് ചെയ്യുന്നതായിട്ടും. എന്നാൽ വീണ്ടും ആസ്റ്റിൻ തിയറി കയറി വരുമ്പോൾ റാൻഡി ഓർട്ടൻ കെവിൻ ഓവൻസിന് കാണിച്ചു കൊടുക്കും. അപ്പോൾ തന്നെ കെവിൻ ഓവൻസ് സ്റ്റണ്ണർ ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ റാൻഡി ഓർട്ടൻ ആസ്റ്റിൻ തിയറി ആർക്കേജ് ചെയ്തുകൊണ്ട് കെവിൻ ഓവൻസ് ആൻഡ് റാൻഡി ഓർട്ടൻ വീണ്ടും ലീഡ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ അടുപ്പിച്ച് ഇപ്പോൾ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റാൻഡി ഓർട്ടൻ വേറെ ലെവൽ ആർക്കെയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം വെറൈറ്റി ആർക്കെയോ. ഈ സെഗ്മെന്റിന്റെ അവസാനം നിക്ക് ആൾഡിൻസ് വന്നുകൊണ്ട് ലോഗൻ പോളിന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഒഫീഷ്യലായി കൺഫേം ചെയ്തു. അതായത് ലോഗൻ പോളിനോട് പറഞ്ഞത്, റസൽമേനിയയിൽ നിനക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത് കെവിൻ ഓവൻസിന്റെ കൂടെയാണ് എന്ന്. അപ്പോൾ തന്നെ ലോഗൻ പോൾ സന്തോഷിക്കുന്നതായിട്ടും എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ മാച്ചിൽ റാൻഡി ഓർട്ടനും ഉണ്ടാകും. ഇതൊരു ത്രിബിൾ ത്രെഡ് മാച്ചായിട്ടാണ് നടക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ത്രിബിൾ ത്രെഡ് മാച്ചിന്റെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് മുൻപ് ന്യൂസ് കിട്ടിയപ്പോൾ വീഡിയോ ചെയ്തതാണ്. പിന്നീട് ആ പ്ലാൻ അവർ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ വീണ്ടും അത് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് സാന്റോസ് എസ്കോബാർ വേഴ്സസ് ഡ്രാഗൻ ലീ ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ ഡ്രാഗൻ ലീ വിൻ ചെയ്യാൻ പോകുന്ന സമയത്തെല്ലാം ഏഞ്ചൽ ആൻഡ് ഹുംബർട്ടോ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് റിങ്ങിന് പുറത്തേക്ക് ഇട്ട് ഡ്രാഗൻ ലീ മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു അവസരം ഉപയോഗിച്ച് സാന്റോസ് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സാന്റോസ് ആണ് വിൻ ചെയ്തത്. പിന്നീട് ലഗാഡോ ഡാൽ പൻറ്റാസ്മ ടീം മൊത്തമായിട്ട് ഡ്രാഗൻ ലീനെ അറ്റാക്ക് ചെയ്യും. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർലിറ്റോ വരും. കാർലിറ്റോ റിങ്ങിൽ വന്ന് ചെറുതായിട്ടൊന്ന് സേവ് ചെയ്ത് ഇവർക്കൊരു ബാക്ക് സ്റ്റേബർ എല്ലാം കൊടുക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. എന്നാൽ പിന്നീട് കാർലിറ്റോനെയും സാന്റോസ് എല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് വീണ്ടും അവർ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ റെയ് മിസ്റ്റീരിയോ വന്നുകൊണ്ട് സാന്റോസിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് സെക്കൻഡ് റോപ്പിലേക്ക് ഇട്ട് 619 ചെയ്യാൻ നോക്കും. സാന്റോസ് എസ്കേപ്പ് ആകും. അതിനുശേഷം നെക്സ്റ്റ് വീക്ക് ഇവർക്കൊരു സിംഗിൾസ് മാച്ചിന് വേണ്ടിയിട്ട് റെയ് മിസ്റ്റീരിയോ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അതിനുശേഷം വീണ്ടും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് മാച്ചാണ് നടന്നത്. അതായത് റസൽമേനിയ 6 പാക്ക് ചാലഞ്ചിന്. അപ്പോൾ ഈ ടാഗ് ടീം മാച്ച് നടന്നത് പീറ്റ് ഡാൻ ആൻഡ് ടൈലർ ബീറ്റ് വേഴ്സസ് പ്രീറ്റി ഡെഡ്ലി ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഇവരുടെ മാച്ച് എപ്പോൾ വന്നാലും നല്ല മാച്ചായിട്ടാണ് പോകാറ്. അതുപോലെ തന്നെയാണ് ഈ മാച്ചും കണ്ടത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ പ്രീറ്റി ഡെഡ്ലി ടീമിനെ ഇവരുടെ ഡബിൾ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ടൈലർ ബീറ്റ് ആൻഡ് പീറ്റ് ഡാൻ ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് റോയൽ റംബിൾ വിന്നറായ ബെയ്ലി വേഴ്സസ് ഡെക്കോ ടെക്കായി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. ഇതാണ് സ്മാക്ഡൗൺ മെയിൻ ഇവന്റായി നടന്നത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ബെയ്ലി വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഡാമേജ് കൺട്രോൾ ടീം റിങ്ങിൽ കയറിക്കൊണ്ട് ബെയ്ലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. പിന്നീട് ബെയ്ലിനെ ഇവരെല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ബെയ്ലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നയോമി അവിടെ വരുന്നതായിട്ടും നയോമി വന്നുകൊണ്ട് 1-2 പേരെയെല്ലാം അറ്റാക്ക് ചെയ്തു. എങ്കിലും നയോമിനെയും ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ഡാമേജ് കൺട്രോൾ ടീം തന്നെയാണ് ലീഡ് ചെയ്തത്. ആ സമയത്ത് ഫാൻസ് ബിയാങ്ക ബെല്ലറിന്റെ പേരെല്ലാം പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ബിയാങ്ക ബെല്ലർ വന്നില്ല. ഇതോടുകൂടി ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് എൻ്റെ കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സ്മാക്ഡൗണിൽ ബെയ്ലിക്ക് മെയിൻ ഇവന്റ് കൊടുത്തത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവർ റോയൽ റംബിൾ ജയിച്ചിട്ട് ഇതുവരേക്കും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. നിങ്ങൾക്കറിയാം, റസൽമേനിയ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പോലും അവരുടെ ഫോട്ടോ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ മെയിൻ ഇവന്റ് അവർക്ക് കിട്ടിയതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇതൊക്കെയാണ് സ്മാക്ഡൗണിൽ നടന്നത്. സ്മാക്ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.